ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടയും അതുപോലെ തന്നെ സവാളയും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 മുട്ട പുഴുങ്ങിയെടുത്തിട്ട് ഓരോ മുട്ടയും 2 പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനായിട്ട് വേണ്ടത് ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിൽ നൈസായിട്ട് കട്ടാക്കിയതാണ്. അതൊരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഒരു 3 പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മുളക് പൊടി കൂടി നമ്മൾ എരിവിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, അതുപോലെ തന്നെ ഒരു അര സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 3/4 കപ്പോളം കടലമാവ് ചേർക്കുന്നുണ്ട്. കടലമാവ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സവാളയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നല്ല ഡ്രൈ ആണെന്ന് തോന്നുമെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കൈ വെച്ചിട്ട് സവാള ഇതുപോലെ ചെയ്യുമ്പോൾ തന്നെ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൂടുതൽ വെള്ളം നമുക്ക് സവാളയിൽ നിന്ന് ഇറങ്ങി വരുന്നതാവും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് ചൂടോടെ കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് റെഡിയാക്കാനായിട്ട് ഓരോ പീസ് മുട്ട വേണം. അതിന് മുമ്പായിട്ട് ആദ്യം കയ്യിൽ നമ്മുടെ ഉള്ളിയുടെ മിക്സ് കുറച്ച് ഇതുപോലെ വെക്കുക. ചെറിയൊരു ഹോൾ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് മുട്ട വെച്ച് കൊടുക്കുക. പിന്നെ അതിന് ശേഷം കുറച്ചുകൂടി നമ്മുടെ സവാളയുടെ മിക്സ് ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുക. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യുക, അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എണ്ണ നല്ല ചൂടായ സമയത്ത് നമുക്കതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ശ്രദ്ധിക്കുക, എണ്ണ നല്ല ചൂടായതിന് ശേഷം വേണം നമ്മളിത് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. പിന്നീട് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് തന്നെ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണം. അകത്ത് സവാള അതുകൊണ്ട് തന്നെ കുക്കാകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സമയമെടുക്കും. മുകൾ ഭാഗം പെട്ടെന്ന് ബ്രൗൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉൾവശം വേവാത്ത പ്രശ്നം വരും. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ കളർ ചേഞ്ച് ആകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് വേണം പിന്നീട് ഫ്രൈ ആക്കാനായിട്ട്. നമ്മൾ സ്നാക്ക് ഇട്ട ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിലായിരിക്കണം. പിന്നീട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതൊരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്കത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും വേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക്